എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 19 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? പുതിയ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ കഴിഞ്ഞ ഐ ലീഗ് ഫുട്ബോൾ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഈ കഴിഞ്ഞ ഐ ലീഗ് ഫുട്ബോൾ സീസണിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അലക്സ് സാഞ്ചസ് എന്ന പ്ലെയറെയാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 ഏപ്രിലിൽ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് ആരാണ്? 2024 ഏപ്രിലിൽ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ടത് സഞ്ജന സംഘി. നമ്മുടെ നാലാമത്തെ ചോദ്യം, IMF മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? IMFന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റലീന ജോർജീവയാണ്. ക്രിസ്റ്റലീന ജോർജീവ, മറന്നു പോകരുത്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്ത് മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നവരുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് മത്സ്യവിഭവങ്ങൾ കഴിക്കുന്നവരിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് ത്രിപുര. നമ്മുടെ ആറാമത്തെ ചോദ്യമാണ്, വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതി. വാഹനാപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് മദ്യത്തിന്റെ ഗന്ധമുണ്ടായിരുന്നു എന്ന കാരണത്താൽ നഷ്ടപരിഹാരം നിഷേധിക്കാനാകില്ലെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ലോക കരൾ ദിനം എന്നാണ്? ലോക കരൾ ദിനം ഏപ്രിൽ 19 നമ്മുടെ എട്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേന മേധാവിയായി നിയമിതനാകുന്നത് ആരാണ്? ഇന്ത്യൻ നാവികസേന മേധാവിയായി നിയമിതനാകുന്നത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ദിനേശ് കുമാർ ത്രിപാഠി. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് വേണ്ടവർ നമ്മുടെ റൂട്ടഡ് ആപ്പ് കൂടെ ഡൗൺലോഡ് ചെയ്തേക്കുക. താങ്ക് യു.